നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ ഈ സീസണിൽ കാത്തിരിക്കുന്നത് ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും പ്രീമിയർ ലീഗ് മത്സരങ്ങളും കളിക്കുന്നതിനിടക്ക് അവർക്ക് കരബാവോ കപ്പ് മത്സരങ്ങൾ കൂടി കളിക്കേണ്ടി വരുന്നുണ്ട്. ഈ മാസം 2 ദിവസത്തിനിടെ 2 മത്സരങ്ങളിൽ അവർക്ക് പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. സെപ്റ്റംബർ 22-ാം തീയതി പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെതിരെ ഒരു നിർണായകമായ മത്സരം മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് അഥവാ സെപ്റ്റംബർ 24-ാം തീയതി മാഞ്ചസ്റ്റർ സിറ്റി കരബാവോ കപ്പിൽ വാട്ട്ഫോർഡിനെ നേരിടുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായി സിറ്റിക്ക് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട്. ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെൻ്റെ ക്ലബ്ബാണ്, അല്ലാതെ ഒരു പ്രൊഡക്റ്റ് അല്ല, അഥവാ ഒരു വിൽപ്പന ചരക്കല്ല എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ തങ്ങൾ ഒട്ടും ഹാപ്പി അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പെപ്പിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ സീസണിലും ഇതിന് സമാനമായത് സംഭവിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ റയലിനോട് കളിച്ചതിന് തൊട്ടു പിന്നാലെ FA കപ്പ് സെമി ഫൈനലിൽ ഞങ്ങൾക്ക് ചെൽസിയെ നേരിടേണ്ടി വന്നിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സിന് വേണ്ടിയും അതുപോലെ തന്നെ റേറ്റിങ്ങിന് വേണ്ടിയുമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ഉത്തരമാണ് ലഭിച്ചത്. നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണമല്ലോ എന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഇത് എൻ്റെ പ്രൊഡക്റ്റ് അല്ല, മറിച്ച് എൻ്റെ ക്ലബ്ബാണ്, ഇതെൻ്റെ താരങ്ങളാണ്. ഇതൊക്കെയാണ് എന്നെ വളരെയധികം അസന്തുഷ്ടനാക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഇതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ക്ലബ്ബുകളെ കേവലം ഒരു വിൽപ്പന ചരക്കായി മാത്രം കാണരുത് എന്നാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ ഓരോ സീസണിലും നിരവധി മത്സരങ്ങളാണ് ഓരോ ക്ലബ്ബുകൾക്കും അതുപോലെ തന്നെ താരങ്ങൾക്കും ഇപ്പോൾ കളിക്കേണ്ടി വരുന്നത്. ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റും അതുപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പുതിയ ഫോർമാറ്റും ഓരോ താരങ്ങൾക്കും കളിക്കേണ്ടി വരുന്ന മത്സരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.